ഡൽഹിയിലെ ഒരു ജനവാസ കേന്ദ്രത്തിൽ വളരെ തിരക്കേറിയ സ്ഥലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടാവും. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഇന്റലിജൻസുകാർ ഈ തീവ്രവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട 3-4 പേര്, അധികം പേര് ഡോക്ടർമാരാണ്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. ഇവരൊക്കെ ഡോക്ടർമാരാണ്. ആതുര സേവനം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ളവരാണ്. എന്ത് വിചാരിച്ചിട്ടാണ് ഈ പോലീസ് ഇവരെ പിടിക്കുന്നത്? ഡൽഹി പോലീസ് പോരാഞ്ഞിട്ട് ഹരിയാന പോലീസ്, ഇനി വേണ്ട ഇവിടെ കേരള പോലീസിനെ കൂടെ കൊണ്ടുപോക്കോ, ഇരിക്കട്ടെ. തമിഴ്നാട് പോലീസിനെ വിളിക്ക്. നിങ്ങളുടെ കയ്യിൽ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും കാണാൻ. എന്ത് ചെയ്തു എന്നാണ് ഈ നിഷ്കളങ്കരായ ഡോക്ടർമാർ അവരുടെ ഒരു അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട് കുറച്ച് സ്ഫോടക വസ്തുവും തോക്കും വെച്ചു. അതെന്താ ഇത്ര വലിയ കാര്യം? അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാള് എന്ന് കരുതപ്പെടും. ഇപ്പോൾ കാറിൽ ബോംബ് വെച്ച് ചാവേറായി പൊട്ടിത്തെറിച്ച് അയാൾ മരിച്ചു. കൂടെ തന്നെ ഏതാനും നിരപരാധികളെയും വധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ഇവരെ ഒറ്റപ്പെടുത്തുകയും അവരെ യാതൊരു ദയയും ദാക്ഷിണ്യവും കൂടാതെ ശിക്ഷിക്കുകയും ചെയ്യണം. അല്ലാതെ യാതൊരു നിവൃത്തിയും ഉണ്ടാകില്ല. കാരണം നിരപരാധികളായ ആളുകൾ മരിക്കും. അവരെ ന്യായീകരിക്കുക, ഈ കൊലപാതകളെ ന്യായീകരിക്കാൻ ഇത് ഇവരെല്ലാം വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്ത് എന്ന രീതിയിലുള്ള ഊഹപോഹങ്ങൾ, കിംവദന്തികൾ പരത്താനൊക്കെയുള്ള ശ്രമം സ്ഫോടനം ഉണ്ടായ ആ നിമിഷത്തിൽ തന്നെ നടന്നു. ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടി. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ചെറിയ ബുദ്ധി തോന്നിയതാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ആരോ ചെയ്ത അതിക്രമമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ഉണ്ടാകും. സ്ഥിരം പല്ലവി. ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരൊക്കെയാണ് പ്രതികളെന്നും ആരൊക്കെയാണ് കുറ്റവാളികളെന്നും ഇതിനകത്ത് തന്നെ സാമാന്യം എല്ലാ ആളുകൾക്കും മനസ്സിലായി. അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത്. കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു. പാകിസ്ഥാനാണ് എന്ന് ന്യായമായിട്ട് സംശയിക്കാം. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ തുടങ്ങി ഗൂഢാലോചന എന്ന് പറയും. ഗൂഢാലോചനയും തുടങ്ങണ്ട, സാമാന്യ ബുദ്ധിക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊക്കെ ബുദ്ധി ഉപയോഗിക്കണം. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഏത് തരത്തിൽപ്പെട്ട തീവ്രവാദികളാണ്, അവരുടെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ വളരെ സ്പഷ്ടമാണ്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഇതുപോലുള്ള അതിക്രമങ്ങൾ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാരമ്പര്യ. അവിടെ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ബോംബെയിൽ ഈ ഡൽഹി സ്ഫോടനം നടന്നതിന്റെ തൊട്ടടുത്ത സമയത്താണ് ഇസ്ലാമാബാദിൽ ഇതുപോലുള്ള സ്ഫോടനം നടന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളൊന്നും തന്നെയാണ്. എടാ അത് നീയല്ലേ? ഏതാണ്? സത്യം പറ, അത് നീയല്ലേ? പക്ഷെ ഒരു കാര്യം, ഒരു കൗണ്ടർ നരേറ്റീവ് ഇതിന് ഉണ്ടാകും കേട്ടോ, ഉറപ്പായിട്ട്. ഒക്ടോബർ 11 ബീഹാറിലെ വോട്ടെടുപ്പ്, അവസാനഘട്ട വോട്ടെടുപ്പ്. അപ്പോൾ അതിനു മുമ്പേ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാകും. അതിൽ നിന്ന് BJPക്ക് വോട്ട് പിടിക്കാൻ പറ്റും. അല്ല, ഇത് തന്നെ വേണമെന്നില്ല, ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്താം. ആ കാര്യം ഞാൻ എത്തി. എന്നാൽ ആ സ്ഫോടനം ബീഹാറിൽ നടത്തരുത്, അത് ടു ഓബ്വിയസ് ആയി പോകും. പെട്ടെന്ന് മനസ്സിലാവും ആൾക്കാർക്ക്, അങ്ങനെ നീ സ്ഫോടനം നടത്തി നേരണ്ട. അതുകൊണ്ട് ഡൽഹിയിൽ തന്നെയാകും, തലസ്ഥാനത്ത് തന്നെയാകും. തലസ്ഥാനത്ത് നടന്നു കഴിഞ്ഞാൽ ബീഹാറിൽ അറിയുമല്ലോ വോട്ടർമാർ. അതനുസരിച്ച് പോളറൈസേഷൻ, എന്താ ധ്രുവീകരണം നടക്കുമെന്നും അങ്ങനെ കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടുമെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ഗൂഢാലോചന നടത്തുന്നു. സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയട്ടെ, അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു, അറിയട്ടെ. അപ്പം അതിന് കൊള്ളാവുന്ന ഡോക്ടർമാരായ മുസ്ലിങ്ങളല്ലാതെ വെറുതെ ഈ കൊടതന്നാക്കുകാരൻ്റെ വീട്ടിൽ ബോംബ് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസല്ല. അതുകൊണ്ട് ഈ പാവം പിടിച്ച ഡോക്ടർ വീട്ടിലില്ലാത്തപ്പോൾ മോഹൻജി ഭാഗവത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ബോംബും തോക്കും ഒക്കെ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ തോക്ക്, ബോംബ്, പിന്നെ ഈ അമോണിയം നൈട്രേറ്റ് ഒക്കെ. അപ്പോൾ അങ്ങനെ പുള്ളി കൊണ്ടുപോയി ഈ വീട് കുത്തി തുറന്ന് അവിടെ വെച്ചു. എന്നിട്ട് പോലീസിന് അറിയിപ്പും കൊടുത്ത്, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, പോയി കണ്ടെടുത്തു. അങ്ങനെ കണ്ടെടുത്ത് ഈ പാവങ്ങളെ ദ്രോഹിച്ചു. എന്നോടിത് വേണ്ടായിരുന്നു. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ, പാവം. മാത്രമല്ല, സമീപകാലത്തായിട്ട് ബംഗ്ലാദേശ് വഴിയുള്ള തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് കുറെ തീവ്രവാദികൾ ബംഗ്ലാദേശിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ബംഗ്ലാദേശ് വഴി അല്ലെങ്കിൽ നേപ്പാൾ വഴി ഇന്ത്യയിൽ വന്ന് ഇവിടെ കലാപം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ്, അതുകൊണ്ട് എനിക്ക് മോനോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം.
അവർക്ക് ചൂട്ടുപിടിക്കുന്ന ചില ശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതില്ല എന്ന് നമ്മൾ ധരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവർക്ക് പിന്തുണ കൊടുക്കാൻ ചില മാധ്യമങ്ങളും ചില ടെലിവിഷൻ ചാനലുകളും വരെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കും. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. കണ്ണടയുണ്ട്, തലയിൽ മുടിയില്ല, ഞങ്ങളുടെ മുന്നിലിരിപ്പുണ്ട്.